പിന്നെ പുഴൻ്റെ കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ കുറച്ച് ചെറിയ വീടുകളൊക്കെ വീടോടെ അവർ പോയി. അപ്പോൾ അത് രണ്ടാമത്തെ പൊട്ടിന് വീട് പോയി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എല്ലാവരും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒരു മനസ്സ് ഇല്ല കാണാൻ. 8 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി. പക്ഷെ എൻ്റെ വീടിരിക്കുന്ന എവിടെയെന്ന് പോലും അറിയുന്നില്ല. മേലെ ഒരു വീടിൻ്റെ ഒക്കെ അംശങ്ങളുണ്ട്, ഓപ്പോസിറ്റ് വീടിൻ്റെ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. നക്കി തുടച്ച് കൊണ്ടുപോയ പോലെ കുറേ പാറക്കല്ല് മാത്രമേ ഉള്ളൂ. നെഞ്ഞ് പൊട്ടിപ്പോയി. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു വീട് അത്രയും സ്വപ്നമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ വീടാണ്. അപ്പം അത് മാത്രമായി എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇവിടെ വന്ന് ആൾക്കാരൊക്കെ പലതും കിട്ടിയെന്ന് പറയാം. എനിക്ക് ഗവൺമെൻറ് തന്ന, കലക്ട്രേറ്റ് തന്ന ഈ ഒരു കട്ടില്, ഈ ഒരു മേശ, ഒരു 4 കസേര, ഒരാളുമറ. ഇതിലിപ്പോൾ കലക്ട്രേറ്റിൽ നിന്നൊക്കെ അവരൊക്കെ വന്ന് നോക്കി, എല്ലായിടം വന്ന് നോക്കി. ഒന്നുമില്ല. ആ ഒരു ചാനലിൻ്റെ മുന്നിലും പോയിട്ട് ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് അതിന് ആഗ്രഹമില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നും ഈ ദുഃഖങ്ങളൊക്കെ പറയുക, വിഷമം കൂടുകയുള്ളൂ. അപ്പോൾ ആർക്കും നമ്മളെ അതിൽ നിന്ന് നികത്താൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് ടൗൺഷിപ്പ് തരികയാണെങ്കിലും ഞങ്ങൾ വീടും പറമ്പും നഷ്ടപ്പെട്ടതിൻ്റെ പകരമാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വീടായി കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് ഓർക്കുക.